ഒരു ഇപ്പോൾ ആദ്യമായിട്ടാണ് ഇപ്പോൾ ഒരു റിവ്യൂസ് എന്ന് വെച്ചാൽ കറുപ്പെടുത്തിട്ട് ഉണ്ണിമുകുന്ദൻ തിയേറ്ററിൽ പോകുന്നു. എന്ന് എനിക്കൊരു കറുത്ത ഷർട്ടേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. ദാറ്റ് ഈസ് ദി ഹാഷ് റിയാലിറ്റി. ഇനി ശരി, ശബരിമല മാളികപ്പുറം സിനിമയിൽ ഞാൻ കറുപ്പും എടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ വാക്കുകൾ വളച്ചൊടിച്ചിട്ട് ഞാൻ അയ്യപ്പനായി വരുന്നു. ഞാൻ ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല ഞാനാണ് ഈ അടുത്ത അയ്യപ്പൻ എന്ന് പറഞ്ഞു. ആദ്യത്തെ അയ്യപ്പനാണെന്ന് പോലും ആർക്കും അറിയില്ല. പക്ഷേ ഞാനാണ് അടുത്ത അയ്യപ്പൻ ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ഒരു വാർത്ത വരുന്നുണ്ടായിരുന്നു, ദാറ്റ് ഈസ് ജയ ശ്രീറാം വിളിക്കാത്തവർ എൻ്റെ സിനിമ കാണണ്ടെന്ന് ഫ്ലോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ ഏത് വീഡിയോയിലാണ് പറഞ്ഞു, എവിടെയാണ് പറഞ്ഞത്? ഐ ഹാവ് നെവർ സെഡ് ഇറ്റ്, ബട്ട് ഇറ്റ് വാസ് ഫ്ലോട്ടിങ് ബിഗ് ടൈം. സോ പീപ്പിൾ ആർ മിസ്യൂസിങ് സോഷ്യൽ മീഡിയ ടു ബിഗ് എക്സ്റ്റെൻറ്റ്. അത് വലിയൊരു മീഡിയ ഹൗസിൻ്റെ താഴെ ഉണ്ണിമുഖം അങ്ങനെ പറഞ്ഞു ഇതേം കട്ട് ചെയ്തിട്ട് ഇവിടെ കുറച്ച് എഡിറ്റൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ ഫ്ലോട്ട് ചെയ്യുക. എനിക്ക് തന്നെ വന്നുകൊണ്ടിരിക്കുക, നീ ഇങ്ങനെ പറഞ്ഞു, ഞാൻ ആരോട് എപ്പോൾ എവിടെ പറഞ്ഞു എന്നാണ്. സോ ഈ പ്ലാറ്റ്ഫോമിൻ്റെ പവർ ഓഫ് ദ ടൂൾ ഇസ് സോ ഇമ്പോർട്ടൻറ്റ്. പീപ്പിൾ ഹു ആർ യൂസിങ് ഇറ്റ് ദേ ഡോണ്ട് നോ. നൗ ദ ഫാക്ട് ഈസ് ദാറ്റ് ഐ ഫീൽ യെസ് 10 years or 5 years മുന്നേ ഈ സോഷ്യൽ മീഡിയ സ്പേസിൽ വന്ന് സ്ക്രൂട്ടിനിറ്റിൽ പെട്ട് വിക്ടിം, ഐ ഡോണ്ട് സീ മൈസെൽഫ് എസ് വിക്ടിം, ബട്ട് വിക്ടിമൈസ്ഡ് ആയ ആൾക്കാർ ചിലപ്പോൾ സൈലൻസ് പാലിച്ച് കാണും. അവർക്ക് അതായിരിക്കും നല്ലത്. ബൈ നേച്ചർ ഐ എം ലൈക്ക് ദിസ്. ഐ ഡോണ്ട് ലൈക്ക് ടു ഗിവ് ഇറ്റ് അപ്പ്. I think I should take them on, and I think I've done enough to expose certain kind of people, and reviewing is very good. It helps you to improve. ഇപ്പോൾ ഞാൻ പറയുന്നത് ഞാൻ സിനിമ റിവ്യൂ ചെയ്യാൻ പാടില്ല ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. ബട്ട് you really want to mock somebody to review a product, അപ്പോൾ നിങ്ങൾ എൻ്റർടൈൻമെൻ്റ് അല്ലേ ക്രിയേറ്റ് ചെയ്യുന്നതിൽ. യു നോ ദാറ്റ് ഒരാളെ കളിയാക്കി പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഗോഷ്ടി കാണിച്ച് കഴിഞ്ഞാൽ ട്രാക്ഷൻ കൂടും. സോ യൂട്യൂബ് റവന്യൂ ഉണ്ട്. ദേ ആർ ലിവിങ് ഔട്ട് ഓഫ് ഇറ്റ്. എനിക്ക് ഒരു പയ്യനുമായിട്ട് വഴക്കുണ്ടായപ്പോൾ അയാളെ ഞാൻ വിളിക്കാൻ പാടില്ലാത്ത തെറിയുടെ അങ്ങറ്റം വിളിച്ചിട്ട് എൻ്റെ വീട്ടിൽ എനിക്ക് കയറാൻ പറ്റാതെ. ബിക്കോസ് I was at the peak of my frustration, and it was not just about that film, it was about everything that guy was trying to sell. ഉണ്ണിമുകുന്ദൻ കൊച്ചിന് വിൽക്കുന്നു, കൊച്ചിന് അങ്ങോട്ട് പോകുന്നു. എന്താ ഒരു സിനിമയുടെ കാസ്റ്റ് ആൻഡ് ക്രൂ ആദ്യമായിട്ടാണ് പടം പ്രൊമോട്ട് ചെയ്യാൻ പോകുന്നത്. ഐ തിങ്ക് വെൻ പ്രേമം വാസ് റിലീസ് ബ്ലാക്ക് ഷർട്ട് വാസ് എ ട്രെൻഡ്. പീപ്പിൾ സ്റ്റാർട്ടഡ്, ഐ ബിലീവ് കേരളത്തിൽ ഒരുപാട് ആൺകുട്ടികൾ നിവിൻ്റെ താടി കണ്ടിട്ടാണ് താടി വയ്ക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അത് നിവിൻ പോളി മറ്റേ ഇനി ഏതെങ്കിലും താടി കൊണ്ടുവരാൻ വേണ്ടി അവൻ ചെയ്തതാണോ? നോ, ആക്ടേഴ്സ് ഡൂ ദാറ്റ്. ആ ഡ്രസ്സ് ഇട്ടിട്ട് എത്രയോ സ്ഥലത്ത് ആൾക്കാർ പോയിട്ടുണ്ട്. അപ്പോൾ എന്നെ മാത്രം അങ്ങനെ പറഞ്ഞ്, ആൻഡ് ദോസ് എ വെരി ഹാഷ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഐ എം സെയിങ് ഐ എം ബുള്ളറ്റ് പ്രൂഫ് ടു എ ലോട്ട് ഓഫ് തിങ്സ്, ബട്ട് ഐ വിൽ നെവർ സെൽ എ കിഡ് to make sure that my movie wins. I will not do that. Nobody will do that. Why would I do that? There is no need for that. ആ സിനിമ വിജയിച്ച സിനിമയാണ്. ഞാൻ 50-60 ദിവസമാണ് ഈ വഴക്കുണ്ടാവുന്നത്. എനിക്ക് 60 ദിവസം കഴിഞ്ഞിട്ട് എൻ്റെ പടം 50 കോടി മുകളിൽ അടിച്ച ശേഷമാണ് ഈ വഴക്കുണ്ടായത്. അപ്പോൾ ഇഫ് യു സേ വാസ് ഇറ്റ് മണി? നോ, ഇറ്റ് വാസ് നോട്ട് മണി. What was fame? No, I had already had the fame. It was to prove a point that I will not take all this nonsense. It was not right. It was not fair. ചിലപ്പോൾ ഇപ്പോൾ ആൾക്കാർ അത് കണ്ടിട്ട് ഉണ്ണി അവിടെ വിളിച്ചു. ഒഡാസിറ്റി ഓഫ് ദാറ്റ് ഇൻഡിവിജ്വൽ വാസ് ദാറ്റ് ഫസ്റ്റ് ഓഡിയോ ഇട്ടു, സെക്കൻഡ് ഓഡിയോ ഇട്ടില്ല. വൈ? സെക്കൻഡ് ഓഡിയോ ഇന്ന് നാളെ ഇടാൻ പറഞ്ഞാൽ all that thing that he has built up all this while I was pleading that guy that ingane parayilla because it is making me look very bad. I am not a very communal guy or anything like that. You see the film, ee cinema il vera edu oru madathine kurichu onnum paranjitilla. Eniki I am least bothered because I am not very aware of other religions, honestly, because I was raised in a very different community. Yeah, I will not comment, and I'm rather a very secular in that sense. If I don't understand, I will not speak stupid stuff. I will rather be silent there. പക്ഷേ എനിക്ക് എൻ്റെ കാര്യത്തെക്കുറിച്ച് നല്ല നോളജ് ഉള്ളതുകൊണ്ട് I am very verbal about it. Maybe it is very new to you. It is not a rule book that is ഒരു actor should not protect his movie. മീഡിയയിൽ ഇങ്ങനെ പലതും പറയും. ഉണ്ണിക്ക് അങ്ങനെ എനിക്ക് ഇങ്ങനത്തെ കുറേ അഡ്വൈസ് കിട്ടാറുണ്ട്. എനിക്ക് വേറെ അഡ്വൈസും കിട്ടാറുണ്ട്. നീ എന്തിനാ ഫോൺ വിളിക്കുന്നത്? ഏതെങ്കിലും 4 പിള്ളേരെ കൊണ്ട് വിളിപ്പിച്ച് വിട്ടൂടെ? ഒരു കുഞ്ഞു പറയുന്നത് 4 പേരോടെ പോയി ഞാനടി ഇടി കൊടുത്തൂടെ? ഇങ്ങനത്തെ അഡ്വൈസും കിട്ടും. Do you think an actor should take that up, or rather stand up and hold his ground? You can go either ways. I am being more civil, just that civil ആവുന്ന കാര്യത്തിൽ ഞാൻ കുറച്ച് വേറെ കാര്യത്തിൽ പെട്ടുപോയി. I am very sure that those words that I used or anything like that was not the first time that Kerala heard it. ഞാൻ ഇവിടെ വന്നിട്ട് പഠിച്ച വാക്കുകളാണ്. So for me it was very convenient. Like I said, ആൾക്കാർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറയേണ്ടി വന്നു ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ. Then now everybody shut up. Nobody is doing any review, anything fine. Because I know that certain individuals are using it for their own benefit. Revenue വരുന്നുണ്ട് യൂട്യൂബിൽ നിന്ന്. So they want to put in a traction. I said at least maintain a decency in terms of usage of words.